السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കാനും അവൻ്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാനും ആ മുത്തഖീങ്ങൾക്ക് നൽകുന്ന നല്ല പ്രതിഫലം ഏറ്റുവാങ്ങാനും നമുക്കെല്ലാം വിധി നൽകുമാറാവട്ടെ. അതിന് നമ്മുടെ ഈ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളെ വലിയ വലിയ കൂലിയുള്ളതാക്കി അള്ളാഹു മാറ്റട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ത്യാഗോജ്വലമായ ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പറഞ്ഞു വെച്ചത് ഇതിൻ്റെ മുമ്പ് മറ്റൊരിക്കലും നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. വലഖദ് മനന്ന അലൈക മറത്തൻ ഉഖറ, മറ്റൊരു നേരത്ത് നിങ്ങളുടെ മേൽ ഞാൻ ഗുണം ചെയ്തിട്ടുണ്ട്. ഇതാണ് പറഞ്ഞു വെച്ചത്. അതിൻ്റെ ബാക്കിയാണ് ഇനി നമുക്ക് പറയാനുള്ളത്. എന്നായിരുന്നു ആ ഗുണം ചെയ്തത്? അള്ളാഹു മൂസാ നബിയുടെ മേൽ മറ്റൊരു ഗുണം ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അത് എന്നായിരുന്നു? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ أوحينا إلى أمك ما يوحى أن اقذفيه في التابوت فاقذفيه في اليم فليلقه اليم بالساحل يأخذه عدو لي وعدو له وألقيت عليك محبة مني ولتصنع على عيني. ഇത് ഔഹൈന നാം അറിയിച്ചു, ഇലാ ഉമ്മിക്ക നിങ്ങളുടെ ഉമ്മയിലേക്ക് നാം അറിയിച്ചു. മാ യൂഹ ചില്ലറ കാര്യമല്ല, വളരെ പ്രധാനപ്പെട്ട കാര്യം അറിയിച്ചു. അങ്ങനെയുള്ളിടത്താണ് മാ യൂഹ ഇത്തരം പ്രയോഗം നടത്തുക. വഹിയ അറിയിച്ചു എന്നുള്ളത് അമ്പിയാക്കളിലേക്കാണ് ആ വഹിയ. എന്നാൽ അറിയിപ്പ് എന്നുള്ള അർത്ഥത്തിന് വഹിയ എന്ന പ്രയോഗം നടത്തും. അള്ളാഹു തേനീച്ചയിലേക്ക് വൗഹ ഇലൻ നഹലി എന്നുണ്ട്, അറിയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയിലേക്ക് അള്ളാഹു അറിയിച്ചു മാ യൂഹ, പ്രധാനപ്പെട്ട ഒരു കാര്യം. മാ യൂഹ അറിയിക്കപ്പെടുന്ന ഒരു കാര്യം എന്തായിരുന്നു അത്? അത് ഫിർഔനിന്റെ കാലഘട്ടമല്ലേ? ആൺകുട്ടികൾക്കെതിരെ വളരെ വലിയ ഭീഷണി മുഴങ്ങിയ കാലഘട്ടമാണ്. ജനിക്കുന്ന കുഞ്ഞുങ്ങളെ മുഴുവൻ അറുകൊല ചെയ്യപ്പെടുന്ന സമയം. ആ സമയത്ത് മൂസാ നബിയുടെ മാതാവിന് അള്ളാഹു തോന്നിപ്പിച്ചത് അനിഖ്ദിഫീഹി എന്നായിരുന്നു. അൻ ഒരു കാര്യം, ഇഖ്ദിഫീന്ന് ഇടുക, ഹി ആ കുട്ടിയെ ഫി താബൂത്തി ഒരു പെട്ടിയിലിടുക, ഒരു പെട്ടിയിൽ അടക്കം ചെയ്യുക. എന്നിട്ട് ആ പെട്ടി പൂട്ടി, അതിനെ അടച്ച് പൂട്ടിയതിന് ശേഷം വഖ്ദിഫീഹി ആ പെട്ടിയെ നീ ഇടൂ, ഫിൽ യമ്മി ആ വെള്ളത്തടാകത്തിലിടൂ, നൈൽ നദിയിലേക്ക് ഇടൂ. നിന്റെ പണി കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് നദി ചെയ്തുകൊള്ളും. വൽ യുൽഖിഹിൽ യമ്മു, ആ നദി അതിനെ ഇട്ടുകൊള്ളട്ടെ, ബിസ്സാഹിലി തീരത്ത്, അതൊരു തീരത്തണയും. മൂന്നാമത്തെ കാര്യം, പെട്ടിയിൽ നീ ഇടണം, ആ പെട്ടിയെ ഈ ഒഴുക്കിൽ ഇടണം. രണ്ട് കാര്യം നീ ചെയ്യാം. ഇനി ആ വെള്ളം, ആ നൈൽ നദി ആ പെട്ടിയെ ബിസ്സാഹിലി ഒരു തീരത്ത് കൊണ്ടെത്തിക്കും. യഹുദുഹു നാലാമതായിട്ട് അതിനെ എടുക്കും. അദുവുല്ലി വ അദുവുല്ലഹു, എൻ്റെ ശത്രുവാണ് അവൻ, അതുപോലെ ഈ കുട്ടിയുടെ ശത്രുവാകുന്നു. അങ്ങനെയുള്ള ഒരുത്തൻ ഈ പെട്ടിയെടുക്കും. എന്നിട്ടോ ഈ പറഞ്ഞതൊക്കെ സംഭവിച്ചു. ഉമ്മാക്ക് ഈ സ്വപ്നത്തിലോ അല്ലാതെയോ അറിയിക്കപ്പെട്ട ഈ കാര്യം അനുസരിച്ച് അവര് ഒരു പെട്ടിയുണ്ടാക്കി. ആ പെട്ടിയിൽ പഞ്ഞിയൊക്കെ വെച്ചു, അതിൻ്റെ മുകളിൽ ഈ കുട്ടിയെ കിടത്തി പെട്ടി അടച്ചു. അത് ഭദ്രമാക്കി, ഒരു തുള്ളി വെള്ളം പോലും അതിലേക്ക് കടക്കാത്ത രൂപത്തിൽ അതിന് ടാറ് പൂശി. എന്നിട്ട് കൽപ്പിക്കപ്പെട്ടതുപോലെ ആ നൈൽ നദിയിലേക്ക് അതിനെ ഇട്ടു. അതിൻ്റെ ഓളം അതിനെ സ്വീകരിക്കും. അതിനെങ്ങനെ തട്ടി തട്ടി ഒഴുക്കി ഒഴുക്കി അങ്ങനെ കൊണ്ടുപോവുകയും ചെയ്തു. എന്നിട്ട് ഫിർഔനിന്റെ ഒരു തോട്ടത്തിൽ ഒരു കൊട്ടാരമുണ്ട്. ആ തോട്ടത്തിലേക്ക് ഈ നദി ഇങ്ങനെ ചെല്ലുന്നുണ്ട്. ഈ ഒഴുക്ക് ചെന്നിട്ട് ആ തോട്ടത്തിലുള്ള
ആ തീരത്തേക്ക് അടുത്തു, കൊട്ടാരത്തിന്റെ അടുത്തെത്തിയിരിക്കുന്നു. ഫിർഔനും തന്റെ ഭാര്യയായ ആസിയ ബീവിയും ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഇതെത്തിയത്. അതല്ല, ഇവരുടെ മകൾ, ഈ ഫിർഔനിന്റെ മകൾ ഉണ്ടായിരുന്നു, അവൾ കുളിക്കാൻ പോയ നേരത്താണെന്നുണ്ട്. അത് രണ്ടും തമ്മിൽ എതിരൊന്നുമില്ല. മകൾ കുളിക്കുന്ന സമയത്ത് അതിനെ എടുത്തു എന്നാൾ പറഞ്ഞിട്ടുണ്ട്. മകൾക്ക് അതിശക്തമായ ഒരു അസുഖം ഉണ്ടായിരുന്നു. അത് വെള്ളപ്പാണ്ട് രോഗമായിരുന്നു. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും അതുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെയേറെ വിഷമിച്ചിരുന്നു. നീറലും വേദനയും സഹിക്കവയ്യാതെ ശരീരമാസകല ചുട്ടുപൊള്ളുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഈ കുട്ടിയെ കണ്ടപ്പോൾ വളരെയേറെ സന്തോഷം തോന്നി. എടുത്തിട്ട് ആ കുട്ടിയെ ചുമലിട്ടു. ഇട്ടപ്പോൾ അതിൻ്റെ വായിൽ നിന്ന് വന്ന വെള്ളം അതൊരു സിദ്ധൌഷധമായിരുന്നു. ഇവളുടെ ശരീരത്തിൽ ഇത് തട്ടിയ സ്ഥലത്തൊക്കെ അസുഖം മാറി. വല്ലാത്തൊരു അനുഭവം. ജീവിതത്തിൽ ഇന്നുവരെ അനുഭവിക്കാത്തൊരു സുഖം ഇന്ന് കിട്ടി. ഈ കുട്ടിയുടെ വായിലുള്ള നീരെടുത്തിട്ട് ശരീരത്തിന്റെ ഈ പാണ്ടുള്ള ഭാഗത്തൊക്കെ പുരട്ടിയപ്പോൾ രോഗമൊക്കെ അപ്രത്യക്ഷമായിരിക്കുന്നു. ഇതൊക്കെ അന്ന് സംഭവിച്ചു. അതുകൊണ്ട് തന്നെ വാൽഖൈത്തു അലൈക്ക, നിങ്ങളുടെ മേൽ ഞാൻ ഇട്ടു, മഹബത്തം മിന്നി, എന്നിൽ നിന്നുള്ള ഒരു മഹബത്തിനെ. നിങ്ങളെ ആര് കണ്ടാലും കണ്ണെടുക്കാൻ കഴിയാത്ത അത്രയും വലിയൊരു സ്നേഹം നിങ്ങളോട് എല്ലാവർക്കും തോന്നുന്ന അവസ്ഥ. ഫിർഔൻ കുടുംബത്തിൽ ആർക്കും നിങ്ങളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ടാക്കി. വലി തുസ്ന, നിങ്ങളെ വളർത്തപ്പെടാൻ വേണ്ടി, അല ഐനി, എൻ്റെ തിരുനോട്ടത്തിന്റെ മേലായിട്ട്, എൻ്റെ ശ്രദ്ധ ഉള്ള അതീവ ശ്രദ്ധയിലായിട്ട് നിങ്ങൾ വളർത്തപ്പെടണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. രാജകൊട്ടാരത്തിലേക്ക് ഒരു ശത്രുവും ഒരു കടാരക്കാരനും കടന്നു വരില്ലല്ലോ. അങ്ങനെ അവിടെ വളർത്താനാണ് അള്ളാഹുവിന്റെ തീരുമാനമുണ്ടായത്. മൂസാ നബി അലൈഹിസ്സലാം ആ കൊട്ടാരത്തിൽ അങ്ങനെ വളർന്നു. കൊട്ടാരത്തിൽ എത്തി. പിന്നീടുണ്ടായ ഒരു സംഭവം, ഇത് തംശി ഉഖ്തുക ഫതഖൂലു ഹൽ അദുല്ലുകും അലാ മാ യക്ഫുലു ഫറജഅനാക ഇലാ ഉമ്മിക കൈ തഖറ ഐനുഹാ വലാ തഹ്സൻ വഖതൽത നഫ്സൻ ഫനജ്ജയ്നാക മിനൽ ഗമ്മി വഫതന്നാക ഫുതൂനാ فلبثت سنين في أهل مدين ثم جئت على قدر يا موسى. കുഞ്ഞ് ഇപ്പോൾ ഉള്ളത് ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ്. അള്ളാഹുവിന്റെയും ഈ മൂസക്കുട്ടിയുടെയും കഠിന ശത്രുവായ ഫിർഔനിന്റെ മടിത്തട്ടിലാണ് ഉള്ളത്. അവരുടെ ഭാര്യയായ ആസയുടെ കയ്യിലേക്കൊന്ന് കൈമാറും. ഇങ്ങനെ വളരെ വേണ്ടപ്പെട്ടവരിലേക്ക് മാത്രം കൈമാറപ്പെടുന്നു. അതീവമായ ഒരു സ്നേഹം ഈ കുഞ്ഞിനോട് അവർക്കൊക്കെ അനുഭവപ്പെടുന്നു. പക്ഷേ ഈ കുഞ്ഞ് ആരുടെ മുലയും കുടിക്കുന്നില്ല. മുല കൊടുക്കാൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിൽ പല മുലസ്ത്രീകളും വന്നു. പക്ഷെ ആരുടേതും ഈ കുട്ടി സ്വീകരിക്കുന്നില്ല. ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഉണ്ടായൊരു സംഭവം, ഇത് തെംസി ഉഖ്തുക്ക, നിന്റെ സഹോദരി അവളിങ്ങനെ നടന്നു വന്നു. എന്നിട്ട് ഇപ്പൊ തഖൂലു, അവൾ പറഞ്ഞു. പറയലൊക്കെ കഴിഞ്ഞതാണെങ്കിൽ തന്നെ തഖൂലു എന്നതിന്റെ പ്രയോഗം ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനാണ് തഖൂലു എന്നുള്ളതിന്റെ ആ പ്രയോഗം നടത്തിയത്. അല്ലെങ്കിൽ കാലത്ത് എന്നായിരുന്നു പറയേണ്ടത്. എന്താ പറഞ്ഞത്? ഹൽ അതുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, അലാമൈ യക്ഫുലുഹു, ഈ കുട്ടിയെ ഏറ്റെടുത്ത് വളർത്താൻ പറ്റുന്ന ഒരാളെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. ഇത്തരം കുട്ടികളൊക്കെ പാല് കുടിക്കാതെയായാൽ ആ സ്ത്രീയുടെ അടുക്കൽ കൊണ്ടുവന്നാൽ ഏത് കുട്ടിയും പാല് കുടിക്കലുണ്ട്, സ്വീകരിക്കലുണ്ട്. അങ്ങനെയുള്ള ഒരാളുണ്ട്. ആ ആളുടെ അത്യാവശ്യമുള്ള സമയമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. അതനുസരിച്ച് അത് ആരെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് ശരി എന്ന് പറഞ്ഞുകൊണ്ട് അവർ സമ്മതം കൊടുത്തു. ഇവള് ചെന്നിട്ട് അവളുടെ ഉമ്മയെ കൊണ്ടുവന്നു. ഈ ഉമ്മ, അവളുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ അത് മൂസാ നബിയുടെ ഉമ്മയാണ്. ഉമ്മയിലേക്ക് ഇവർ കൈമാറി. ഉമ്മ ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങിയിട്ട് തൻ്റെ മാറിലേക്ക് അടുപ്പിച്ചപ്പോൾ കുഞ്ഞ് ആർത്തിയോടുകൂടെ ആ മുല കുടിച്ചു. വല്ലാത്തൊരു സംഭവമല്ലേ. ഫറജഅനാക, അങ്ങനെ മൂസ നബിയെ നിങ്ങളെ നാം മടക്കി, ഇല ഉമ്മിക്ക, നിങ്ങളെ പെറ്റ ആ ഉമ്മയിലേക്ക് മടക്കി, പെറ്റുമ്മയിലേക്ക് മടക്കിയിരിക്കുന്നു. കൈ തഖറ ഐനുഹ, അവരുടെ കണ്ണ് കുളിർമയാകാൻ വേണ്ടി. കുഞ്ഞില്ലാത്തൊരു ജീവിതം, ഒരു ഉമ്മയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ പുഴയിൽ ഒഴുക്കുന്ന സമയത്ത് ആ ഉമ്മയുടെ മനസ്സിന് ആകെ സമാധാനം നൽകിയത് ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണെന്നുള്ള ഒരൊറ്റ വിശ്വാസമല്ലേ. കൈ തഖറ ഐനുഹ, ആ ഉമ്മയുടെ കണ്ണ് കുളിർമയാകാൻ വേണ്ടി. വലാ തഹസൻ, അവർ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും. അവർക്കിപ്പോൾ ദുഃഖമില്ല, കണ്ണിന് കുളിർമയാണ്. താൻ പ്രസവിച്ച കുഞ്ഞാണ് തൻ്റെ കയ്യിലുള്ളത്.
അത് അവർക്ക് മാത്രമേ അറിയൂ. ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ നിങ്ങൾ വളർന്നു. ഇപ്പൊ വളരുന്നതൊക്കെ ഫിർഔനിന്റെ ചെലവിലാണ്. മൂസാ നബിക്ക് തന്റെ ഉമ്മ പാല് കൊടുക്കുന്നതിന് ഓരോ ദിവസവും കൂലി നൽകുന്നു ഫിർഔൻ കൊട്ടാരം. ഭക്ഷണ പദാർത്ഥങ്ങളും പോഷക വസ്തുക്കളൊക്കെ അവിടെ നിന്ന് എത്തിക്കുന്നു, അത് കൊടുക്കുന്നു. അങ്ങനെ മൂസാ നബി വളർന്നു. വളർന്നിട്ട് ആള് ശക്തനായി തീർന്നു. ഏകദേശം ഒരു 30 വയസ്സായ സന്ദർഭത്തിൽ ഒരു മഹാസംഭവം ഉണ്ടായി. അതെന്താണത്? ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് വിറക് കൊണ്ടുവരുന്ന ആള് ഇസ്രായേലിയനായ ബനു ഇസ്രായേലിൽപ്പെട്ട മൂസാ നബിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ കൊണ്ട് ഈ വിറക് ചുമക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർബന്ധിക്കുന്നു. അയാൾക്ക് താങ്ങാവുന്നതിന്റെ അപ്പുറം ഭാരം അയാളെ കൊണ്ട് ഇങ്ങനെ നിർബന്ധിച്ച് എടുപ്പിക്കുകയാണ്. ഇത് കണ്ട മൂസാ നബി ആ സമയത്ത് ആ ചുമട്ടുകാരൻ മൂസാ നബിയോട് സഹായം തേടി. കണ്ടില്ലേ, എന്നെ വളരെ വിഷമിപ്പിക്കുന്നു, എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല, എന്റെ എല്ലൊക്കെ മുറിയുന്നു. ഇത് കണ്ടിട്ട് മൂസാ നബിയോട് ചെന്നിട്ട് ആ കൽപ്പിക്കുന്നവനുണ്ടല്ലോ, കിബിത്തി, ഫിർഔൻ കുടുംബത്തിൽപ്പെട്ട ആളാണ്, അയാളുമായിട്ടൊരു മൽപ്പിടുത്തം നടത്തി. ദേഷ്യത്തിൽ ഒന്നങ്ങട്ട് കൊടുത്തു. ഉടനെ അയാൾ കെട്ടിമറിഞ്ഞ് വീണു. അത് മരണത്തിലേക്കാണ് എത്തിച്ചത്. വഖത്തൽത, നിങ്ങൾ കൊന്നു, നഫ്സൻ, ഒരു ശരീരത്തെ കൊന്നു, ഫിർഔൻ കുടുംബത്തിലെ ഒരു മനുഷ്യനെ നിങ്ങൾ കൊന്നു. കൊന്നപ്പോ കഥ മാറിയില്ലേ? ഇപ്പൊ നജ്ജൈനാക്ക, എന്നിട്ടോ നിങ്ങളെ അനന്തരം നിങ്ങളെ നാം രക്ഷപ്പെടുത്തി, മിനൽ ഗമ്മി, ആ മാനസിക വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. അല്ലാഹ് ഫതന്നാക്ക, നിങ്ങളെ നാം പരീക്ഷിച്ചു, ഫുത്തൂനൻ, പല പല പരീക്ഷണങ്ങളും നടത്തി. അവിടെ നിന്നുള്ള ഒരാൾ വന്നിട്ട് മൂസാ നബിയോട് സ്നേഹം കൊണ്ട് പറഞ്ഞു, നിന്നെ പറ്റിയുള്ള ചർച്ചയാണ് അവിടെ നടക്കുന്നത്, നിന്നിൽ നിന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ അവിടെ അറിഞ്ഞിട്ടുണ്ട്. ഇന്നലെ അത് അറിഞ്ഞിരുന്നില്ല, ഇന്ന് അത് അറിഞ്ഞിട്ടുണ്ട്. അത് അറിയാൻ കാരണം, പിറ്റേ ദിവസം മൂസാ നബി പുറത്തിറങ്ങിയപ്പോ ഇന്നലെ ഈ പീഡിപ്പിക്കപ്പെട്ട ആളുണ്ട്, ഇന്നും അതുപോലെ മറ്റൊരു കിബുത്തി ജോലിക്ക് വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നു, മൃഗീയമായ നിലക്ക് ഉപദ്രവിക്കുന്നു. ആ സമയത്ത് അയാൾ ഇന്നും അട്ടഹസിച്ച് മൂസാ നബിയോട് സഹായം തേടി. അപ്പൊ മൂസാ നബിയാണ് ചെന്നു. ആ ചെല്ലുന്നത് ഈ ആളെ ബുദ്ധിമുട്ടിക്കുന്ന കിബിത്തിയെ നേരിടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവൻ മനസ്സിലാക്കിയത് എന്നെ ഇടിക്കാനാണ് ഈ വരുന്നതെന്ന മുഖഭാവമൊക്കെ കണ്ടപ്പോ. അതിൽ അയാൾ ബേജാറിൽ പറഞ്ഞു, ഇന്നലെ നീ ഒരാളെ കൊന്നതുപോലെ ഇന്ന് നിന്നെ ഈ കൊല്ലരുത് കേട്ടോ എന്ന് പറയുന്നത് മൂസാ നബിയുടെ ആള് മൂസാ നബിയോട് തന്നെയാണ്. അയാൾ ബേജാറ് കൊണ്ട് പറഞ്ഞു. ഇത് അവിടെ ഉള്ളവരൊക്കെ കേട്ടു. അത് കൊട്ടാരത്തിൽ അറിഞ്ഞു. അപ്പൊ ഇന്നലെ നടന്ന കൊലയുടെ ആള് മൂസയാണെന്ന് എല്ലാവരും അറിഞ്ഞു. അത് കേട്ട് മനസ്സിലാക്കിയ ഒരാൾ മൂസാ നബിയോട് വന്നിട്ട് പറഞ്ഞു, നിന്നെ പറ്റിയുള്ള ചർച്ചയാണ് അവിടെ നടക്കുന്നത്, അതുകൊണ്ട് ഇനി സ്ഥലം വിടലാണ് നല്ലത്. അങ്ങനെ താൻ ആ പരീക്ഷണത്തിൽപ്പെട്ടു, നാട് വിട്ടു, മദിയൻ എന്ന സ്ഥലത്തെത്തി. അവിടെയാണ് ഷുഐബ് നബി അലൈഹിസ്സലാം ഉള്ളത്. ലഭിസ്ത, അങ്ങനെ നിങ്ങൾ താമസിച്ചു, സിനീന, വർഷങ്ങൾ താമസിച്ചു, 8 അല്ലെങ്കിൽ 10 കൊല്ലം എന്നൊക്കെ പറഞ്ഞിട്ട് 10 കൊല്ലം അവിടെ താമസിച്ചു. ഫി അഹ്ലി മദിയന, മദിയൻ നിവാസികളുടെ കൂട്ടത്തിൽ താൻ താമസിച്ചു. ഇപ്പോൾ 40 വയസ്സായിരിക്കും. 30 വയസ്സിൽ അങ്ങോട്ട് പോയി, ഇപ്പൊ 10 കൊല്ലം അവിടെ താമസിച്ചു, 40 വയസ്സായാലോ. സുമ്മ ജീത്ത, പിന്നെ നിങ്ങൾ വന്നു, അല ഖദറിന്, ഒരു പ്രത്യേകമായ കണക്കനുസരിച്ച്, യാ മൂസ, മൂസാ നബിയെ, പ്രത്യേകമായ കണക്ക് എന്ന് പറഞ്ഞാൽ 40 വയസ്സായിരിക്കുന്നു. റിസാലത്തും നബുവത്തൊക്കെ നൽകപ്പെടുന്ന ആ പ്രായത്തിൽ നിങ്ങൾ വന്നു. അങ്ങനെ വന്നിട്ടാണ് ഈ തൂരിസീന പർവ്വതത്തിൽ എത്തിയതും അവിടെ വെച്ചിട്ട് അള്ളാഹുമായുള്ള മുനാജാത്തൊക്കെ നടന്നതും. വസ്തനഅതുക ലിനഫ്സി ഇദ്ഹബ് അൻത വഅഖൂക ബിആയാതി വലാ തനിയാ ഫീ ദിക്രി ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. വസ്തനഅതുക, അങ്ങനെ നിങ്ങളെ ഞാൻ തെരഞ്ഞെടുത്തു, ലി നഫ്സി, എൻ്റെ നഫ്സിന് വേണ്ടി. ഞാൻ ആദരിച്ച അമ്പിയാക്കളുടെ കൂട്ടത്തിൽ നിങ്ങളെയും ഉൾപ്പെടുത്തി എൻ്റെ പ്രത്യേകനായിട്ട് നിങ്ങളെ ഞാൻ തെരഞ്ഞെടുത്തു, എൻ്റെ റിസാലത്തിന് വേണ്ടിയിട്ടും വഹിയിന് വേണ്ടിയിട്ടൊക്കെ. എന്നിട്ടോ നാം പറഞ്ഞു, ഇദ്ഹബ്, നിങ്ങൾ പോകൂ, അന്ത, നിങ്ങൾ തന്നെ, വഅഖൂക, നിങ്ങളുടെ സഹോദരനായ ഹാറൂനും പോകൂ, ബി ആയാത്തി, എൻ്റെ ആയാത്തുകളുമായിട്ട്. നിങ്ങൾ നബിയാണ്, റസൂലാണെന്ന് തെളിയിക്കുന്ന തെളിവുകളുമായിട്ടാണ് പോകുന്നത്.
ആ തെളിവുകളാണല്ലോ നേരത്തെ പറഞ്ഞത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അത്ഭുതകരമായ വടിയും, അതുപോലെ തന്നെ തൻ്റെ കൈ തൻ്റെ കക്ഷത്തിലേക്ക് ചേർത്ത് വെച്ച് അത് പുറത്തെടുത്താലുണ്ടാകുന്ന പ്രകാശവും, ഇങ്ങനെയുള്ള അത്ഭുത സംഭവങ്ങളുമായിട്ട് നിങ്ങൾ പോകൂ. അല്ലാഹ് വലാ തനിയാ ഫീ ദിക്രി, നിങ്ങൾ എപ്പോഴും എന്നെ സ്മരിച്ചു കൊണ്ടിരിക്കണം, എന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. വലാ തെനിയ, നിങ്ങൾ ക്ഷീണമുള്ളവരാകരുത്, വീഴ്ച വരുത്തരുത്. ഫീ ദിക്രി, എന്റെ സ്മരണയിൽ, എന്നെ പറയുന്നതിൽ നിങ്ങൾ യാതൊരു വീഴ്ചയും വരുത്തരുത്. മറ്റുള്ളവരൊക്കെ നിങ്ങളെ കണ്ടുകൊണ്ട് ദിക്റും ഈ സ്മരണയും പകർത്തണം. ആ നിലക്ക് നിങ്ങളാവണം. ഇദ്ഹബാ ഇലാ ഫിർഔന, നിങ്ങൾ ഫിർഔനിന്റെ അടുക്കലേക്ക് പോകണം. ഇന്നഹു, തീർച്ചയായും അവൻ, അവൻ വലിയ അഹങ്കാരിയാകുന്നു. അഹങ്കാരിയായ ഫിർഔനിലേക്ക് നിങ്ങൾ പോയിട്ട് അവിടെ സത്യത്തിന്റെ വചനങ്ങൾ കേൾപ്പിക്കണം. ഫഖൂല, നിങ്ങൾ ഇരുവരും പറയണം, ലഹു, ഫിർഔനിനോട് പറയണം, ഖൗലൻ ലയ്യിനൻ, വളരെ മാർദ്ദവമായ വാക്ക് പറയണം. ഈ ദീനിലേക്ക് പ്രബോധനം നടത്തുന്നവൻ നല്ല സ്വഭാവിയായിരിക്കണം. മറ്റുള്ളവരെ ഇങ്ങോട്ട് അടുപ്പിക്കുന്ന പെരുമാറ്റമായിരിക്കണം, അകറ്റുന്നതാകരുത്. അതാണ് ഇപ്പോൾ പഠിപ്പിച്ചത്. ഈ ഫിർഔൻ ഒരിക്കലും ഈ ദീനിലേക്ക് വരില്ല, അള്ളാഹുവിന് അറിയാം. എന്നാൽ തന്നെ അവനെ ക്ഷണിക്കുന്ന നിങ്ങൾ നല്ല മാർദ്ദവ സ്വഭാവത്തിലായിരിക്കണം അവനെ ക്ഷണിക്കുന്നത്. ലഅല്ലഹു, അവൻ ആയേക്കും, യതദക്കറു, അവൻ ഈ പറയുന്നതൊക്കെ കേട്ട് ചിന്തിക്കാൻ കഴിവുള്ളവനായേക്കും. ഔ യഖ്ഷ, മറ്റൊരു പക്ഷേ ഇത് കേട്ടിട്ട് അവന് ഭയം വന്നേക്കും. ഒരുപക്ഷെ കാര്യം ഉൾക്കൊണ്ടുകൊണ്ടാണല്ലോ സത്യം സ്വീകരിക്കൽ, മറ്റൊരു പക്ഷേ ഭയപ്പാട് കൊണ്ടാണല്ലോ. ഇത് ഏതെങ്കിലും ഒന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ ഇത് രണ്ടും ഉണ്ടാകില്ല. അവൻ വിശ്വസിക്കുകയില്ല, അവൻ ഭയപ്പെടുകയുമില്ല എന്ന് അള്ളാഹുവിന് അറിയാം. എന്നാലും ഒരു പ്രബോധകൻ ഇത് മനസ്സിലാക്കിക്കൊണ്ട്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇയാൾ ഉൾക്കൊള്ളാൻ സാധ്യതയുണ്ട്, ഒരുപക്ഷെ അയാൾക്ക് ഖുശൂഅ്, ഭയഭക്തി ഉണ്ടാവാൻ അത് കാരണമായി തീരും, അതുകൊണ്ട് ദീനിലേക്ക് വരും എന്ന മനസ്സോടുകൂടെയാവണം അവന്റെ പ്രബോധന രംഗത്തേക്ക് ഇറങ്ങേണ്ടത് എന്നാണ് ഈ പഠിപ്പിക്കുന്നത്. അള്ളാഹു ഇങ്ങനെ പറഞ്ഞപ്പോൾ മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും ഉത്തരം എങ്ങനെയായിരുന്നു? قال ربنا إننا نخاف أن يفرط علينا أو أن يطغى قال لا تخافا إنني معكما أسمع وأرى. قال, അവർ ഇരുവരും പറഞ്ഞു, മൂസാ നബിയും ഹാറൂൻ നബിയും പറഞ്ഞു, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നന, തീർച്ചയായും ഞങ്ങൾ, നഖാഫു, ഞങ്ങൾ ഭയപ്പെടുന്നു, ഐ യഫുറുത്ത അലീന, ഞങ്ങളുടെ മേൽ അവൻ അതിരുവിട്ട് അക്രമം അടിച്ചു വിടലിനെ ഞങ്ങൾ ഭയപ്പെടുന്നു. അവൻ നേരത്തെ തന്നെ വലിയ അക്രമ സ്വഭാവിയാണ്. ഇപ്പോൾ അവനാണ് ഇവിടുത്തെ റബ്ബ് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന നേരമാണ്. ഇതിന്റെ എതിരിൽ ഞങ്ങൾ അങ്ങോട്ട് ചെന്നാൽ അവൻ ഞങ്ങളുടെ മേൽ അതിശക്തമായ നിലക്ക് കടന്നുകയറ്റം നടത്തും. ഞങ്ങളത് ഭയപ്പെടുന്നു. അവൻ എത്തുക, അല്ലെങ്കിൽ അവൻ ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ അഹങ്കാരിയായി തീരും. ഇതും ഭയപ്പെടുന്നു. ഖാല, അല്ലാഹു തആല പറഞ്ഞു, ലാ തഖാഫ, നിങ്ങൾക്ക് ഒട്ടും ഭയം വേണ്ട, നിങ്ങൾ രണ്ടുപേരും ഭയപ്പെടേണ്ടതില്ല. കാരണം ഇന്നനി, തീർച്ചയായും ഞാൻ, മഅകുമാ, നിങ്ങൾ ഇരുവരോടുകൂടെ ഞാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഭയവുമില്ലാതെ അവന്റെ മുന്നിൽ വിഷയം അവതരിപ്പിക്കൂ. അസ്മഉ, ഞാനെല്ലാം കേൾക്കും, വഅറ, ഞാനെല്ലാം കാണുകയും ചെയ്യും. അങ്ങനെയുള്ള എൻ്റെ ആ തിരുനോട്ടത്തിലാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ടതില്ല. ഫഅ്തിയാഹു ഫഖൂലാ ഇന്നാ റസൂലാ റബ്ബിക് ഫഅർസിൽ മഅനാ ബനീ ഇസ്രായീല വലാ തുഅദ്ദിബ്ഹും ഖദ് ജിനാക ബിആയത്തിൻ മിർ റബ്ബിക് വസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ. അല്ലാഹു പറഞ്ഞു, ഫഅ്തിയാ, നിങ്ങൾ ഇരുവരും ചെല്ലൂ, പോകൂ, ഹു, ആ ഫിർഔനിന്റെ അടുക്കലേക്ക് ചെല്ലൂ. എന്നിട്ടോ ഫഖൂല, നിങ്ങൾ ഇരുവരും പറയൂ, ഇന്ന, ഞങ്ങൾ രണ്ടുപേരും റസൂല റബ്ബിക്ക, നിന്റെ നാഥനിൽ നിന്ന് അയക്കപ്പെട്ട ദൂതന്മാരാകുന്നു. ഞങ്ങളെ അള്ളാഹു നിന്നിലേക്ക്, നിന്റെ കൗമിലേക്ക് ദൂതരായിട്ട് അയച്ചിരിക്കുന്നു. ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫഅർസിൽ മഅന, ഞങ്ങളോടുകൂടെ നീ അയച്ചു തരണം, ബനു ഇസ്രായേലിനെ ഇനിയും നീ പീഡിപ്പിക്കരുത്. അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം. അവർക്ക് വേണ്ടത് പഠിപ്പിക്കാനും അവരെ നല്ല രൂപത്തിൽ വളർത്തിയെടുക്കാനും ഞങ്ങൾക്ക് കഴിയും.
അതുകൊണ്ട് വിട്ടുതരണം, ഇനി അവർക്ക് സ്വാതന്ത്ര്യം നൽകണം. വലാ തുഅദ്ദിബുഹും, എന്നല്ലാതെ അവരെ ഇനി ഉപദ്രവിക്കരുത് പറഞ്ഞു. ഖദ് ജീനാക്ക, ഞങ്ങളിതാ നിന്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നു, ബി ആയത്തിൻ റബ്ബിക്ക, നിന്റെ റബ്ബിന്റെ ഭാഗത്തിൽ നിന്നുള്ള ലക്ഷ്യവുമായിട്ട്. ഞങ്ങളെ അള്ളാഹു ഇങ്ങനെ റസൂലായിട്ട് നബിയായിട്ട് അയച്ചിട്ടുണ്ട്. ആ അയച്ചതിന് എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ട്. വസ്സലാമു, അള്ളാഹുവിൽ നിന്നുള്ള രക്ഷ, അലാമനിത്തബഅൽ ഹുദായി, സന്മാർഗത്തോട് പിൻപറ്റുന്നവരുടെ മേലാകുന്നു. അതുകൊണ്ട് ഇത് സ്വീകരിക്കലാണ് നല്ലത്. അത് സ്വീകരിച്ചാൽ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള സലാമത്തുണ്ടാകും എന്നുള്ള പ്രാഥമികമായ വഅദ്, ഉപദേശം ഇവർ ഇരുവരും ഫിർഔന്റെ മുന്നിൽ അവതരിപ്പിച്ചു. മാത്രമല്ല, ഇന്നാ ഖദ് ഊഹിയ ഇലൈനാ അന്നൽ അദാബ അലാ മൻ കസ്സബ ഫതവല്ല. ഇന്ന, തീർച്ചയായും ഞങ്ങൾ, ഖദ് ഊഹിയ ഇലൈനാ, ഞങ്ങളിലേക്ക് വഹി അറിയിക്കപ്പെട്ടിട്ടുണ്ട്, അന്നൽ അദാബ, തീർച്ചയായും കഠോരമായ അദാബ്, ശിക്ഷ, അലാ മൻ കസ്സബ, കളവാക്കിയവരുടെയും തവല്ല, പിന്തിരിഞ്ഞവരുടെയും മേലാകുന്നു. ഞങ്ങൾ ഈ പറയുന്നത് അള്ളാഹുവിൽ നിന്ന് അറിയിച്ചു തരികയാണ്. ഇതിനെ കളവാക്കുകയോ ഇതിൽ നിന്ന് പിന്തിരിയുകയോ ചെയ്തവന് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള കഠോരമായ ശിക്ഷയെത്തും. അള്ളാഹു ഞങ്ങളെ ഇത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരിക്കുന്നു. ഖാല ഫമർ റബ്ബുകുമാ യാ മൂസ. ഖാല, അന്നേരം ഫിർഔൻ ചോദിച്ചു, ഫമർ റബ്ബുകുമാ, നിങ്ങളുടെ ഇരുവരുടെയും റബ്ബ് എന്ന് ഇപ്പൊ പറഞ്ഞല്ലോ, ആരാണ് നിങ്ങളുടെ റബ്ബ്? യാ മൂസ, മൂസ അതൊന്ന് പറഞ്ഞു തരൂ, നിങ്ങളുടെ റബ്ബ് ആരാകുന്നു? നീ ഇപ്പൊ പറഞ്ഞല്ലോ ഞങ്ങളുടെ റബ്ബ് ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന്. അങ്ങനെ ഒരു റബ്ബിനെ എനിക്ക് പരിചയമല്ല, നീ പറഞ്ഞു തരൂ ആരാണ് നിങ്ങളുടെ റബ്ബ് എന്ന്. ആ സമയത്ത് മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു. ഖാല റബ്ബുന അല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഖാല, മൂസ നബി അലൈഹി ഇസ്ലാമാണ് വിഷയം അവതരിപ്പിച്ചത്. റബ്ബുന, ഞങ്ങളുടെ റബ്ബ്, ഈ കാര്യങ്ങളൊക്കെ നിന്നെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഏൽപ്പിച്ച ഒരു റബ്ബുണ്ട്. അവൻ അല്ലദീ അഅ്താ കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കൾക്കും നൽകിയവനാകുന്നു, ഖൽഖഹു, അതിന്റെ സൃഷ്ടിപ്പിനെ, എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടികർമ്മം നിർവഹിച്ചത് അവനാകുന്നു. ഓരോ വസ്തുക്കൾക്കും അതാതിന്റെ സൃഷ്ടിപ്പിനെ നൽകിയത് അവനാകുന്നു. ഈ മരത്തെ ഉണ്ടാക്കിയതും ഈ ഭൂമിയെ പടച്ചതും ഈ കാണപ്പെടുന്ന മനുഷ്യരെ മുഴുവൻ പടച്ചതും നിന്നെ ഉണ്ടാക്കിയതും ഇതൊക്കെ അവനാകുന്നു. സുമ്മ ഹദ, അങ്ങനെ പടച്ചെന്ന് മാത്രമല്ല, അവനാണ് എല്ലാ വസ്തുക്കളെയും ചേർക്കേണ്ടതിലേക്ക് ചേർത്തത്. ഇന്നതാണ് നിന്റെ ജീവിതപാത, ഇതിലൂടെയാണ് നീ സഞ്ചരിക്കേണ്ടത്. അങ്ങനെ പോയാൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയും. അതല്ലാത്ത രൂപത്തിലോ പോയാൽ അത് പരാജയത്തിന്റെ തുടക്കമായിരിക്കും. ഇങ്ങനെ ജീവിത ക്രമങ്ങൾ മുഴുവനും പഠിപ്പിച്ചു തന്നതും സുമ്മഹദ, നേർവഴിയാക്കിയതും അവനാകുന്നു. ഖാല, അപ്പോൾ അവൻ ഒരു മറുചോദ്യം, ഉത്തരത്തിൽ മുട്ടാനുള്ള ഒരുക്കം ഉണ്ടെന്ന് അവൻ തന്നെ തീർന്നു, ഞാനിപ്പോ മുട്ടിപ്പോകുമെന്ന്. അപ്പൊ അവൻ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെപ്പടി വിദ്യ നടത്തിയതാണ്. ഖാല, അവൻ ചോദിച്ചു, ഫമാ ബാലുൽ ഖുറൂനിൽ ഊല, എന്നാൽ നാം ഇന്ന് ഈ ജീവിക്കുന്നവരുടെ മുമ്പ് ഇവിടെ പലരും ജീവിച്ചു പോയല്ലോ, അവരുടെയൊക്കെ അവസ്ഥ എന്താണ്? അവരിവിടെ ഇങ്ങനെ ജീവിച്ചു പോയി, അവരിങ്ങനെ മൺമറഞ്ഞു പോയി, അവരെ പറ്റി എന്താ പറയാനുള്ളത്? നീ പറയുന്നത് ഇപ്പൊ അവര് കേട്ടിട്ടില്ലല്ലോ. വിഷയം മാറ്റാണ്, ശ്രദ്ധ മാറ്റാണ്. ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബ് ലാ യളില്ലു റബ്ബി വലാ യൻസാ. ഖാല, അന്നേരം മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇൽമുഹ, കഴിഞ്ഞ കാലത്തെക്കുറിച്ചും ആ കാലത്ത് ജീവിച്ചവരെ കുറിച്ചൊക്കെ ഉള്ള അറിവ്, ഇൻദ റബ്ബി, എന്റെ റബ്ബിന്റെ അടുക്കലുണ്ട്, ഒന്നൊഴിയാതെ മുഴുവൻ അവൻ സൂക്ഷിക്കുന്നുണ്ട്, അവന്റെ കയ്യിൽ എല്ലാ ഇൽമുകളും ഉണ്ട്. മൂസാ നബി ഈ കാര്യം പറഞ്ഞു. അൽ ലൗഹുൽ മഹ്ഫൂദ് എന്ന ഒരു കിതാബുണ്ട്, ആ കിതാബിലില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. ലാ യളില്ലു റബ്ബി, എന്റെ റബ്ബ് ഒരിക്കലും പിഴക്കുകയില്ല, വലാ യൻസ, അവൻ മറക്കുകയുമില്ല, യാതൊരു കുറവുമില്ലാത്തവനാകുന്നു അവൻ. അതുകൊണ്ട് അവരുടെ കാര്യം വിട്, നാം പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. അല്ലദീ ജഅല ലക്കുമുൽ അർള മഹ്ദൻ വസലക ലക്കും ഫീഹാ സുബുല.
وأنزل من السماء ماء فأخرجنا به أزواجا من نبات شتى. അപ്പൊ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് അവൻ നടത്തിയ ഒരു ചോദ്യമാണ് ഫമാ ബാലുൽ ഖുറൂനിൽ. നാം ഇന്നിവിടെ ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ മുമ്പ് പലരും കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ, നിന്റെ ഉപദേശം അവർ കേട്ടിട്ടില്ലല്ലോ, അവരുടെ അവസ്ഥ എന്താ? അത് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അവരെ കുറിച്ച് നീ ഇപ്പൊ ചർച്ച ചെയ്യണ്ട, നാം നമ്മുടെ ഈ വിഷയത്തിലേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വിളിക്കണം. അവരുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ കിതാബിലുണ്ട്. അള്ളാഹു ആണെങ്കിലോ പിഴക്കുന്നവനോ മറക്കുന്നവനല്ല. അതവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരികയാണ്. അർഹമുറാഹിമായ അള്ളാഹു നമ്മെ പരിശുദ്ധമായ ഖുർആനിന്റെ അകമ്പൊരുൾ മനസ്സിലാക്കാനും എന്നിട്ട് അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അർഹമുറാഹിമായ അള്ളാഹുവെ, ഖാലിക്കായ റാസിക്കായ പടച്ചവനെ, സാധുക്കളായ പാപികളായ ഞങ്ങളുടെ എല്ലാ കുറ്റവും കുറവും നീ തീർത്തു തരണേ അല്ലാ. ഈ അമ്പിയാക്കൾ കാണിച്ചു തന്ന മഹത്തായ പാതയിലൂടെ സഞ്ചരിക്കാനും അങ്ങനെ ആ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ നീ ഇഷ്ടപ്പെട്ടവരുടെ ഒക്കെ മാർഗത്തിൽ എത്താനും അവർക്ക് നൽകപ്പെടുന്ന പ്രതിഫലം ലഭിക്കാനും അള്ളാഹുവെ നീ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ദുആകളിൽ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഞങ്ങളുടെ ഉസ്താദുമാർ, ശിഷ്യന്മാർക്ക്, ഞങ്ങളുടെ സ്നേഹിതന്മാർക്ക്, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക്, ഭാര്യാസന്തതികൾക്ക്, ഞങ്ങളുടെ ഇഷ്ടജനങ്ങൾക്ക്, ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക്, ഞങ്ങൾ ആർക്കു വേണ്ടിയെല്ലാം ദുആ ചെയ്യേണ്ടതുണ്ട്, ആരെല്ലാം ഞങ്ങളുടെ ദുആ പ്രതീക്ഷിക്കുന്നുണ്ട്, എല്ലാവർക്കും നീ ഓഹരി നൽകുകയും അവരെയും ഞങ്ങളെയും എല്ലാം നീ നജാത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണേ റബ്ബേ. ഇവരിൽ നിന്ന് മരണപ്പെട്ടവരൊക്കെ ഖബറുകളെ നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഇവരിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്കൊക്കെ നീ നല്ല ആഫിയത്തും സിഹത്തും നൽകി ദീർഘായുസ് നൽകി ജീവിതത്തിന് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ നൽകണേ റബ്ബേ. യാതൊരു വിഷമത്തിലും പെടുത്താതെ സന്തോഷകരമായ ജീവിതം നൽകുകയും അങ്ങനെ ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണേ റബ്ബേ. ആമീന ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഊസിക്കും ബിദ്ദുആ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.